ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ സിരകളിൽ ആവേശമുയർത്തി തമിഴകം മറ്റൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏപ്രിൽ 23 അഥവാ നാളെ നടക്കാനിരിക്കുന്ന വിധി നിർണയത്തിൽ 234 മണ്ഡലങ്ങളിലും പോരാട്ടം മുറുകുമ്പോൾ തമിഴ് മക്കൾ ആർക്കൊപ്പമെന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ കേട്ടോ. അത് ജനനായകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനൊപ്പമാണെന്നാണ്. രാഷ്ട്രീയ ചാണക്യനായ കലൈഞ്ചറുടെ പോരാട്ട വീര്യം ചോരാതെ കാക്കുന്ന സ്റ്റാലിൻ എതിരാളികളെ തന്റെ യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 30ഓളം പാർട്ടികളെ ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിന്റെ പടപ്പുറപ്പാട് എതിരാളികളെ തെല്ലൊന്നുമല്ല അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. വിട്ടുവീഴ്ചകൾക്കും സമവായങ്ങൾക്കും തയ്യാറായ ഒരു വലിയ മനസ്സിനു മാത്രമേ ഇത്രയും വിപുലമായ ഒരു സഖ്യത്തെ നയിക്കാൻ കഴിയുകയുള്ളൂ. അത് സ്റ്റാലിന് കഴിഞ്ഞിരിക്കുന്നു. DMK സ്വന്തം ചിഹ്നമായ ഉദയസൂര്യനിൽ 164 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ സഖ്യകക്ഷികളായ ചിലർ കൂടി ഇതേ ചിഹ്നം സ്വീകരിക്കുന്നതോടെ ആകെ 175 മണ്ഡലങ്ങളിലാണ് ഉദയസൂര്യൻ സാന്നിധ്യം അറിയിക്കാൻ പോകുന്നത്. കോൺഗ്രസ് 28 സീറ്റിലും DMDK 10 സീറ്റിൽ മത്സരിക്കുന്നു. VCK 8, CP 5, CPM 5, മുസ്ലിം ലീഗ് 2 എന്നിങ്ങനെയാണ് മറ്റു സീറ്റ് വിഭജനം. കമലഹാസന്റെ മക്കൾ നീതിമയം ഇക്കുറി മത്സര രംഗത്തിനില്ലാതെ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് സ്റ്റാലിൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ സ്വീകാര്യതയുടെ മറ്റൊരു തെളിവ് കൂടിയാണ്. മറുഭാഗത്ത് അണ്ണാ DMKയും BJPയും ഉൾപ്പെട്ട NDA സഖ്യം തീർത്തും ദുർബലമാണ് കേട്ടോ. ജയലളിതയ്ക്ക് ശേഷം പക്വതയുള്ള ഒരു നേതൃത്വമില്ലാതെ ഉലയുകയാണ് AIADMK. 169 സീറ്റുകളിലാണ് AIADMK ഇത്തവണ മത്സരിക്കുന്നത്. സഖ്യകക്ഷിയായ BJP 27 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. അൻപുമണി രാമദാസന്റെ PMK, TTV ദിനകരന്റെ AMMK എന്നിവരാണ് സഖ്യത്തിലെ മറ്റു പ്രമുഖർ. സിനിമാ താരം വിജയുടെ തമിഴക വെട്രിക്കഴകവും സീമാന്റെ നാം തമിഴർ കക്ഷിയും മത്സര രംഗത്തുണ്ടെങ്കിലും സ്റ്റാലിന്റെ ഭരണ നേട്ടങ്ങളെ മറികടക്കാൻ അവർക്കാവില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം DMK വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് കരുതിയവർക്കും തെറ്റിപ്പോയിരിക്കുന്നു. പുതുതലമുറ വോട്ടർമാരെയും യുവാക്കളെയും ആകർഷിക്കാൻ സ്റ്റാലിൻ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളുണ്ടല്ലോ, അതുതന്നെ ധാരാളമാണ് ആ വോട്ടുകൾ പെട്ടിയിൽ ഒന്നൊഴിയാതെ വീഴാൻ വേണ്ടി. കഴിഞ്ഞ 5 വർഷത്തെ സ്റ്റാലിന്റെ ഭരണം തമിഴ്നാടിന് നൽകിയത് വലിയൊരു ഉണർവ് തന്നെയാണ്. അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പഴയ ചരിത്രം തിരുത്തിക്കൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 സീറ്റ് നേടിയ ആ മുന്നേറ്റം ഇക്കുറിയും അത് ആവർത്തിക്കുമെന്ന് ഉറപ്പാണ്. വിവിധ സർവേ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് 180-ലധികം സീറ്റുകൾ നേടി സ്റ്റാലിൻ ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ്. ഒപ്പം BJPയുടെ ഹിന്ദുത്വ അജണ്ടകളെ തമിഴ് മണ്ണിൽ വേരുറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന സ്റ്റാലിന്റെ ഉറച്ച നിലപാട് തമിഴ് സംസ്കാരത്തെ സ്നേഹിക്കുന്ന, വർഗീയതയെ എതിർക്കുന്ന ഓരോരുത്തരെയും DMKയിലേക്ക് തന്നെയാണ് അടുപ്പിക്കുന്നതും.